ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ തിരുത്തൽ നടപടികൾക്കൊരുങ്ങി CPM. പാർട്ടി കേഡർ വോട്ടിൽ ഉൾപ്പെടെ ചോർച്ച ഉണ്ടായതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. തിരുത്തൽ നടപടികൾ നാളെ മുതൽ 3 ദിവസം നടക്കുന്ന സംസ്ഥാന സമിതിയും ചർച്ച ചെയ്യും. അതിനുശേഷം ചേർന്ന സെക്രട്ടേറിയറ്റ് തിരുത്തൽ മാർഗരേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് സാധ്യത. ജനങ്ങൾക്കും പാർട്ടി അണികൾക്കും സുപരിചിതരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും വലിയ തോൽവിയാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത്. കഴിഞ്ഞ തവണ പോലെ ഒരു സീറ്റിൽ വിജയം നേടിയെങ്കിലും ആലത്തൂരിലെ വിജയം K. രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കൂടിയാണെന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ 2019 ആവർത്തിച്ചതാണെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും വാദത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ പിന്തുണയുണ്ടായില്ല. പാർട്ടി വോട്ടിൽ വലിയ രീതിയിൽ ചോർച്ച ഉണ്ടായതായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. 2 ദിവസമായി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 20 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനാണ് ധാരണ. 3 ദിവസമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി ഉണ്ടാകും. 20 വരെ നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. അതിൽ തിരുത്തൽ നടപടികൾക്ക് അന്തിമ രൂപം നൽകും. അതേസമയം BJP വോട്ടുകൾ വർദ്ധിച്ചത് ഗൗരവമായി കാണണമെന്ന് CPM സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. LDF-ൽ നിന്ന് UDF-ലേക്കും BJP-യിലേക്കും പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ വേണമെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ LDF-ൽ നിന്ന് BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരില്ലെന്നും ഒരു വിഭാഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ശക്തമായ തിരുത്തൽ നടപടി ഉണ്ടായില്ലെങ്കിൽ തിരിച്ചുവരവ് അസാധ്യമെന്ന് നേതാക്കൾ പറഞ്ഞു. സർക്കാരിനോടും പാർട്ടി നേതാക്കളോടുമുള്ള അതൃപ്തി കൊണ്ടുപോയ ആളുകളാണ് അധികവും. അവരെ തിരികെ എത്തിക്കാൻ കാതലായ മാറ്റം എല്ലായിടത്തും കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. സർക്കാർ തലത്തിലും അഴിച്ചുപണികൾ വേണമെന്നും സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വരണമെന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ജനം, തിരുവനന്തപുരം.